ഇവിടെ കുറച്ച് റിസ്ക്കാണ്. നമ്മൾ ആ ഭാഗത്ത് എന്താണെന്ന് നോക്കിയിട്ട് വരാം. എണ്ണ വേണോ? എണ്ണ വേണമെങ്കിൽ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ റോസ്മലയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങ് ഉള്ളിലേക്ക് കയറി, കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ജീപ്പ് ഒരു 1400 രൂപ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കിടത്തി വിടുന്നതിന്, കയറി വരുന്നതിന് ജീപ്പിൻ്റെ റെൻറ്റ്, വെയിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ 1400 എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്വന്തം വണ്ടിയിൽ മുകളിൽ കയറുന്നു. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ കയറി വരും. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലുള്ളൊരു കാഴ്ചയാണ്, നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് റോസ്മലയിലേക്കാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും മാമനുമാണ് ഇന്നത്തെ നമ്മുടെ യാത്രയിലുള്ളത്. നമ്മുടെ അതാ കാൽപാദത്തിൻ്റെ അത്രയും ഉള്ള ഒരു ചെറിയൊരു അരുവിയാണ്. നല്ല രസമുണ്ട്. അപ്പോൾ ഇന്ന് ഉൾക്കാട്ടിലാണ്, ഇവിടെ സിഗ്നലൊന്നുമില്ല. റോസ്മലയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ റോസ്മലയിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളെ കാണാം. പോകുന്ന വഴികളൊക്കെ നല്ല അടിപൊളി വഴിയാണ്, കുറച്ച് ഓഫ് റോഡാണ്. അപ്പോൾ അതുണ്ടോ, കാട്ടിനുള്ളിലാണ് ഈ സൈഡ്. ഇത് കംപ്ലീറ്റ് കാടാണ്. അവിടെ കോൺക്രീറ്റ് ഇട്ട റോഡുണ്ട്, അതുവഴിയാണ് നമ്മൾ പോയിക്കൊണ്ടത്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നത്. നമ്മൾ മാഗ്നറ്റും കൊണ്ടാണ് വന്നത്. അവിടെ വേറൊരു ഫാമിലിയോ ആരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഒരു ഫോർച്യൂണർ എടുപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡ്, അതായത് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികൾ ഈസി ആയിട്ട് വരും. ഈ ഭാഗത്തൊന്നും പ്രശ്നമില്ല. നമ്മൾ വന്ന വഴി കുറച്ച് റിസ്ക് ആയിരുന്നു. അപ്പോൾ എന്താ, ഇവിടെ ഫുള്ള് കാടാണ് ഈ ഏരിയ മൊത്തത്തിൽ. ഇവിടെ കംപ്ലീറ്റ് കാട്. ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു അരുവി പോയിട്ടുണ്ട്. കൊള്ളാം കണ്ട, നല്ല ശുദ്ധമായ വെള്ളം, നല്ല തണുത്ത വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം. നമുക്ക് അടിഭാഗം വരെ കാണാം, അത്രത്തോളം തെളിഞ്ഞ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളമാണ്. നല്ല രസമുണ്ട്, നടക്കാൻ ഭയങ്കര രസം. നമ്മളെ കാലൊക്കെ എന്ത് രസമൊക്കെ. സത്യത്തിൽ ഞാൻ വ്ളോഗ് ചെയ്യേണ്ടെന്ന് കരുതിയാണ് ഇരുന്നത്. ചുമ്മാ ജസ്റ്റ് മാമനൊക്കെ പുറത്തിറങ്ങിയപ്പോൾ അവരെ കൂടെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എടുക്കണമെന്നുള്ളൊരു ത്വര വന്നു. നമ്മൾ ഒത്തിരി നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമ്മുടെ സുഹൃത്തുക്കളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചത്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ അവർ ഇത് കണ്ടില്ലായിരുന്നു, ഒരു വ്യക്തി ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് റോസ്മലയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് ഇവിടെ എന്തായാലും പോവാം. നേരത്തെ കണ്ട നമ്മൾ ഫസ്റ്റ് ഇൻട്രോ എടുത്ത ആ അരുവി കഴിഞ്ഞ് വന്ന വഴിക്ക്, അതാണ് കോൺക്രീറ്റ് റോഡ്, ഇതുവഴി വന്ന സമയത്ത് കണ്ട വേറൊരു കാഴ്ചയാണ്. ഇതുപോലെ ഇത് രണ്ടാമത്തെ, ആദ്യത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, നമ്മൾ എടുത്തില്ല. ഇപ്പോൾ കണ്ട അതുപോലെ ഇത് നേരത്തെ കണ്ട ഇതിനെക്കാട്ടി കുറച്ചൊരു വെള്ളം ഉണ്ടായിരുന്നു, നമുക്കത് എടുക്കാൻ സാധിച്ചില്ല. ഇത് കണ്ട, ഇപ്പോൾ റോഡിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ നദി ഒഴുകി പോകണം. അടിപൊളി ഒരു കാഴ്ചയാണ് കണ്ട. ഇത് ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ കുറേ എടുത്തത്. ഇതുവഴി താഴോട്ട് ഇറങ്ങിട്ടെ. അവിടെ ഒരു പാറക്കൂട്ടം പോയി നോക്കട്ടാ, ഞാൻ നോക്കാം. ഇവിടെ കുറച്ച് റിസ്ക്കാണ്. നമ്മൾ ആ ഭാഗത്ത് എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭംഗിയുള്ളൊരു ഭാഗമായിരിക്കും. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ടെന്ന് വിചാരിച്ച് വന്ന ആളാണ്. ഇത് കണ്ടപ്പോൾ എടുക്കാതിരിക്കാൻ പറ്റില്ലതാ. അടിപൊളി ഒരു വ്യൂ ആണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള. ഞാൻ കാണിച്ചു തരാം. കണ്ട, നല്ലൊരു കിടിലം വ്യൂ ആണ്. പാറയുടെ മുകളിലൂടെ വെള്ളം ഒഴുകി, ആ വെള്ളം ഒഴുകുന്ന ആ ഭാഗം കണ്ടോ, ഇതേപോലെ ചെത്തി ചീവി കണക്കായി കണ്ടോ. ഇത് ഒഴുകി അങ്ങ് പോവുകയാണ്. അവിടെ നമ്മൾ ആ റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഒഴുകി വരുന്ന ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് തെന്നി വഴുതി കിടക്കുന്ന പാറയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ട് വരാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എന്താ ഇവിടെ ചാടിക്കിടക്കാം. നല്ല തണുത്ത വെള്ളം.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ കൂടി നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് റോസ്മല എത്തുന്നതിന് തൊട്ട് മുന്നേ കണ്ടൊരു ഷോപ്പാണ്. ഇവിടെ നിർത്തി നിങ്ങൾക്ക് ചായയും വടയും കുണ്ടും എല്ലാ സാധനവും പഴവും എല്ലാം ഉണ്ട്, എല്ലാം വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. അവിടെ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് വരണം. നിങ്ങൾ എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരണം. നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. വെള്ളം പിന്നെ ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഷോപ്പുകളൊന്നുമില്ല, ആകെയുള്ള ഷോപ്പ് ഇപ്പോൾ ഈ കാണുന്ന ഇതാണ്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മളൊരു കുണ്ടും ചായയും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. റോസ്മല വ്യൂ ടവറിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇതാണ് റോഡ്, ഒരു ചെറിയ റോഡാണ്. പക്ഷേ വണ്ടി വേറെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറി പോകണമായും റോസ്മല വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. റോസ്മലയിലേക്ക് വരുമ്പോഴത്തേക്ക് ഉള്ള ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഇതാണ് റോസ്മല വ്യൂ ടവറിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളിതോ ഇങ്ങോട്ട് കയറുമ്പോൾ ഇതാണ് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി. അപ്പോൾ വരുന്ന വഴി കുറച്ച് ദുർഗണം പിടിച്ച വഴിയാണ്, ഫുൾ ഓഫ് റോഡായിരുന്നു കയറി വരുന്നത്. അപ്പോൾ ഇവിടെ കയറി വരുന്നതിന് ടോക്കൺ ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റിന് ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ നമ്മൾ 4 പേരുണ്ട്, നമുക്കിപ്പോൾ 200 രൂപയായി. പിന്നെ ഒരു 11,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊരു ടൂർ പാക്കേജ് ഉണ്ട്. അതായത് 24 അവർ ഇവിടെ താമസിക്കുന്നതിന് 4 പേർക്ക് 11,000 രൂപ ഒരു പാക്കേജ് ഉണ്ട്. ഫുഡ് പിന്നെ നമ്മളെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് തരും. ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കൊണ്ടുവന്ന് അവർ കുക്ക് ചെയ്ത് തരും. വനത്തിനകത്ത് കൊണ്ടുപോകാൻ ഗൈഡുണ്ട്. പിന്നെ അതുപോലെ എന്താണ് ഇവിടെ കുളിക്കാം. കൊച്ചു കുട്ടികൾക്ക് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫുഡിൻ്റെ എമൗണ്ട് മാത്രമേ ആവുള്ളൂ. നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും 24 അവർ. അപ്പോൾ പോകുന്ന വഴിയാണിത്. നമ്മൾ ടോക്കൺ ടിക്കറ്റ് എടുത്ത് വന്നത് ഇതുവഴിയാണ്. ഇതുവഴി വന്നത് ഇതിനകത്തൂടെയാണ് മുകളിലോട്ട് കയറി പോകുന്നത്. ഈ മരത്തിൻ്റെ പേരാണ് പൊൻവെട്ടി. ഇത് എലിച്ചുഴി ഈ മരത്തിൻ്റെ പേരുണ്ട്. എല്ലാ മരങ്ങൾക്കും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക്, അല്ലേ? ഓരോരുത്തരുടെ ഇവിടെ ഇരുന്ന് തുടങ്ങി ക്ഷീണിച്ച്. 12 മുട്ടയൊക്കെ തിന്നിട്ടാണ് ഇരിക്കുന്നത്. എന്നാണ്ട് അടുത്ത ആൾ 12 മുട്ടയൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ചെറിയൊരു വ്യൂ ആണ്. അവിടെ ഒരു നദി കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മലകൾ കാണാം. പിന്നെ ഇവിടെ ഒരു നല്ല കാർമേഘം നിറഞ്ഞ പച്ചപ്പുള്ള കാടിനുള്ളിലൂടെ കാണുന്നൊരു കാഴ്ചയാണിത്. അടിപൊളി അല്ലേ? അവിടെ മഴക്കാർ, ഇവിടെ വെയിൽ, സൂര്യൻ, അവിടെ നദി, മലനിരകൾ. അടിപൊളി. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. നമ്മളെ വ്യൂ പോയിൻ്റ് ഇതോ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്ന് പോവാം. ഇത് എനിക്ക് പാറയുടെ മുകളിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ റോസ്മല വ്യൂ പോയിന്റിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഒരു ടവർ ഇപ്പോൾ ഉണ്ട്. ഇതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻ്റ് മുകളിൽ കയറിയിട്ടില്ല. താഴെ നിന്ന് ഉള്ള കാഴ്ച കാണിച്ചത് അടിപൊളി കാഴ്ചയാണ്. ഈ വ്യൂ കാണുമ്പോൾ നമ്മുടെ മാമന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്മല വ്യൂ പോയിന്റ്. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു ദ്വീപാണ് ഈ കാണുന്നത്. ആ ഒരു ഭാഗത്ത് ഒരുപാട് ദ്വീപുകൾ കാണാം. അതിൻ്റെ ഭംഗി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാം. അതിനെക്കാട്ടിയും കുറച്ചുകൂടെ വ്യൂ ആയിരിക്കും ഇതിൻ്റെ മുകളിൽ കയറുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ തന്നെ മുകളിലോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിൻ്റെ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടത് 5 മണി കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യും. 5 മണി വരെയാണ് ഇവിടെ വ്യൂ പോയിന്റിൽ ടൈം. അപ്പം വരുന്നവർ 5 മണിക്ക് മുന്നേ വ്യൂ പോയിന്റിലെത്താൻ ശ്രമിക്കുക മാക്സിമം. കിടിലം വ്യൂ ആണ്. നമ്മൾ കഷ്ടപ്പെട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. നമുക്ക് വാവ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റിൽ ഇതാ ഇവിടെ ഇങ്ങനെ വന്ന് റെസ്റ്റ് എടുക്കാനുള്ള ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന വ്യൂ ഇതാണ് കണ്ട.
ഇതാണ് നമ്മളെ വ്യൂ പോയിന്റിൽ നിന്നും നമ്മൾ നോക്കുന്ന വ്യൂ ഈ കാണുന്നതാണ്. അടിപൊളി വ്യൂ. കുറേ ദ്വീപുകൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കണ്ട ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് റോസ്മല വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ വ്യൂ പോയിന്റിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇത് ഇന്നിപ്പം ഹോളിഡേ ആവാത്തതുകൊണ്ടായിരിക്കും ആരും ഇല്ലാത്തത്. ഞങ്ങൾ മാത്രമാണ്, ഞങ്ങൾ 4 പേര് മാത്രമേ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളൂ. അപ്പോൾ എന്തായാലും വ്യൂ പോയിന്റ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇവിടെ കണ്ണൻ ലവ് കണ്ണകി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഇവിടെ ഉണ്ട്, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ എഴുതിയേക്കുന്നുണ്ട് കണ്ട, സന്ദീപ് ലവ് സൂര്യ, കണ്ണനും കണ്ണകിയും കണ്ടല്ലോ. കണ്ണകി സബ്സ്ക്രൈബ് ചെയ്തേ. അപ്പോൾ നമ്മുടെ റോസ്മലയുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. റോസ്മലയുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ കാണുന്ന റോസ്മല വ്യൂ പോയിന്റിൽ അതിമനോഹരമായ കാഴ്ചയാണ്. അപ്പം ഈ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടാം. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്തൊരു വീഡിയോ ആണ്. അപ്പം തെറ്റുകുട്ടികളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.